കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയത് പ്രോഗ്രാംഡ് IO എന്നുള്ള കൺസെപ്റ്റ് ആയിരുന്നു. എക്സ്റ്റേണൽ ഡിവൈസസ് എന്ന് പറയുന്ന 4th മൊഡ്യൂളില് എങ്ങനെയാണ് ഒരു എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഒരു പെരിഫറൽ ഡിവൈസ് പ്രോസസ്സറുമായി കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലിങ്ക് ആണ് IO മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. ആ IO മൊഡ്യൂളിന്റെ സ്ട്രക്ചർ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് കടന്നത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് IOയിലേക്ക് കടന്നത്. പ്രോഗ്രാംഡ് IO ആൻഡ് ഇന്ററപ്റ്റ് ഡ്രിവൺ IO. അതിൽ പ്രോഗ്രാംഡ് IO എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരു CPU അല്ലെങ്കിൽ ഒരു പ്രോസസർ ഫുൾ മാനേജ്മെന്റ് ബൈ ദ പ്രോസസർ ആണ്, ഇറ്റ്സെൽഫ് ആണ്. അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ആണ് പ്രോഗ്രാംഡ് IO എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെ രീതിയിലുള്ള കമാൻഡ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് IO, ആ പ്രോഗ്രാംഡ് IOനെ എങ്ങനെയൊക്കെ കൺസിഡർ ചെയ്യാൻ പറ്റും, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി നമുക്ക് ഇന്ററപ്റ്റ് ഡ്രിവൺ IO എന്നുള്ള കൺസെപ്റ്റിലേക്കാണ് പോകേണ്ടത്. സോ പ്രോഗ്രാംഡ് IO എന്ന് പറയുന്നത് ഫുള്ളി മാനേജ്ഡ് ബൈ CPU അല്ലെങ്കിൽ പ്രോസസർ ആണെങ്കിൽ, ഇന്ററപ്റ്റ് ഡ്രിവൺ IO എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോസസറിനെ വെയിറ്റ് ചെയ്യിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പ്രോഗ്രാംഡ് IO കൺസെപ്റ്റില് ആദ്യം പ്രോസസർ എന്ത് ചെയ്യുന്നു, ഈ ഒരു പർട്ടിക്കുലർ IO മൊഡ്യൂളിലേക്ക് ഡിഫറെന്റ് ടൈപ്പുള്ള മെസ്സേജസ്, ഫോർ എക്സാമ്പിൾ അതിന്റെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളൊരു മെസ്സേജ് അയച്ചതിന് ശേഷം അതിന്റെ സ്റ്റാറ്റസ് ഓക്കെ ആകുന്ന വരെ, റെഡി എന്നൊരു സ്റ്റേറ്റിലേക്ക് എത്തുന്ന വരെ എന്ത് ചെയ്യാണ്, ഇത് വെയിറ്റ് ചെയ്യുവാണ്. സോ ഇവിടെ അങ്ങനെ ഒരു കൺസെപ്റ്റ് അല്ല. ഇവിടെ എന്ത് ചെയ്യുവാണ്, നമ്മള് പ്രോസസർ ആ ഒരു IO ഓപ്പറേഷൻ കംപ്ലീറ്റ് ആവാതെ, IO ഓപ്പറേഷന്റെ കംപ്ലീറ്റ്നെസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ അതെന്ത് ചെയ്യുന്നു, അത് ആ IOയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, വേറൊരു കമാൻഡിലേക്ക് അല്ലെങ്കിൽ വേറൊരു ഡ്യൂട്ടിയിലേക്ക് ഈ പ്രോസസർ പോവാണ് ചെയ്യുന്നത്, അതർ വർക്കുമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. സോ എപ്പോഴാണോ ഈ IO മൊഡ്യൂളിൽ നിന്ന് റെസ്പോൺസ് വരുന്നത്, ആ റെസ്പോൺസ് വരുന്ന സമയത്ത് അതിന് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഒരു തൽക്കാലത്തേക്ക് ഇന്ററപ്റ്റ് ആയിട്ട്, ലൈക്ക് എന്താണ് ചെയ്യുന്ന പ്രവൃത്തിന് ഇന്ററപ്റ്റ് കൊടുത്ത് ബാക്കി നമ്മൾ IO മൊഡ്യൂളിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നു. സോ അതാണ് എന്ത് വിളിക്കുന്നത്, ഇന്ററപ്റ്റ് ഡ്രിവൺ IO കൺസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇന്ററപ്റ്റ് ഡ്രിവൺ IOയില് നമ്മളൊരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഒരു പ്രോസസർ എന്ന് പറയുന്ന കൺസെപ്റ്റ് വെയിറ്റ് ചെയ്യുന്നില്ല. അത് എന്ത് ചെയ്യുവാണ്, ഒരു IO കമാൻഡ് IO മൊഡ്യൂളിലേക്ക് ഇഷ്യൂ ചെയ്യുന്നു, അതിനുശേഷം വേറെ എന്തെങ്കിലും അതിന് യൂസ്ഫുൾ ആയിട്ട് ഒരു വർക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി പോകുന്നു. സോ എന്ത് ചെയ്യുന്നു, IO മൊഡ്യൂൾ എപ്പോഴാണോ അതിന് പ്രോസസറിന് ആ ഒരു റെസ്പോണ്ട് ചെയ്യാൻ പാകത്തിന്, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു പ്രോസസർ എന്ന് പറയുന്നത് ഫാസ്റ്റ്ലി റൺ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എങ്കിൽ, IO മൊഡ്യൂൾ എന്ന് പറയുന്നത് അത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഭവമല്ല. അത് അതിൻ്റെതായ രീതിയിൽ വർക്ക് ചെയ്ത് വന്നു വരുമ്പോഴത്തേക്ക് നമ്മൾ പ്രോസസർ വെയിറ്റിംഗ് സ്റ്റേജിലേക്ക് പോകുന്ന ഒരു സിനാരിയോ ആണ് പ്രോഗ്രാംഡ് IOയിൽ ഉണ്ടായിരുന്നത്. അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രോസസർ എന്ത് ചെയ്യുന്നു, വേറൊരു വർക്കിലേക്ക് പോകുന്നു. അതിനുശേഷം എപ്പോഴാണോ ഈ IO മൊഡ്യൂളിൽ നിന്ന് നമുക്ക് തിരിച്ചൊരു റെസ്പോൺസ് കിട്ടുന്നത്, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് തൽക്കാലത്തേക്ക് മാറ്റി വെച്ച് എന്ത് ചെയ്യുന്നു, ഈ ഡേറ്റ ട്രാൻസ്ഫർ അല്ലെങ്കിൽ എന്താണോ പെർഫോം ചെയ്യേണ്ടത് അതിനെ റെസ്യൂം ചെയ്യുന്നു. അതാണ് ഇന്ററപ്റ്റ് ഡ്രിവൺ IO എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ നമുക്ക് രണ്ട് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുള്ള കാര്യങ്ങൾ അറിയണം. അതായത് പ്രോസസറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ ആക്ഷൻസ് ആണ് നടക്കുന്നത്, അതിനുശേഷം എന്താണ് IO മൊഡ്യൂളിന്റെ രീതിയിൽ നടക്കുന്നത്. സ്റ്റെപ്സ് ഫ്രം പ്രോസസർ പോയിന്റ് ഓഫ് വ്യൂ പറയുവാണെങ്കിൽ, ആദ്യം എന്ത് ചെയ്യുന്നു, ഒരു കമാൻഡ് ഇഷ്യൂ ചെയ്യുന്നു. പ്രോസസർ എന്ത് ചെയ്യുന്നു, IO മൊഡ്യൂളിലേക്ക് ഒരു കമാൻഡിനെ ഇഷ്യൂ ചെയ്യുന്നു. ഒന്നുകിൽ റീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ റൈറ്റ് ആകാം, ചിലപ്പോൾ സ്റ്റാറ്റസ് ഓഫ് ദ IO മൊഡ്യൂൾ ആകാം. അങ്ങനെ 4 രീതിയിലുള്ള കമാൻഡ്സ് നമ്മൾ പഠിച്ചിരുന്നു. സോ ഏത് കമാൻഡാണോ ഇഷ്യൂ ചെയ്യുന്നത്, അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഈ പ്രോസസർ വേറൊരു എന്താണോ അത് ചെയ്യാനുള്ളത്, വേറെ എന്തെങ്കിലും ഡ്യൂട്ടീസ് അതിന് ചെയ്യാനുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കും, ഇന്ററപ്റ്റ്സ് വരുന്നുണ്ടോ, IO മൊഡ്യൂളിൽ നിന്ന് ഇന്ററപ്റ്റ്സ് വരുന്നുണ്ടോ എന്ന് ഓരോ ഇൻസ്ട്രക്ഷന്റെയും എൻഡില്, ഓരോ ഇൻസ്ട്രക്ഷൻ സൈക്കിളിന്റെയും എൻഡില് ഇന്ററപ്റ്റ്സ് വരുന്നുണ്ടോ എന്ന് പ്രോസസർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ ദാറ്റ് എന്താണ്, IO മൊഡ്യൂളിനെ കൺസിഡർ ചെയ്യേണ്ട ഒരു സമയമായോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആ ചെക്കിംഗ് നടത്തുന്നത്. ഇനി ഇന്ററപ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിളിന്റെ എക്സിസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്ന, ഒരു ഇന്ററപ്റ്റ് വന്നിട്ടുണ്ടോ നോക്കുമ്പോൾ അവിടെ ഒരു ഇന്ററപ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, IO മൊഡ്യൂൾ സിഗ്നൽസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഇന്ററപ്റ്റ്സിന് എന്ത് ചെയ്യുന്നു, പ്രോസസർ റൺ ചെയ്യുന്നു. കറണ്ട് പ്രോഗ്രാം എത്രത്തോളം ചെയ്തോ അതൊരു രജിസ്റ്ററിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം കൗണ്ടറിലേക്ക് സേവ് ചെയ്തതിനു ശേഷം ആ ഇന്ററപ്റ്റ് എന്താണോ വന്നിരിക്കുന്നത്, ആ ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ, ആ ISR എന്ന് പറയുന്ന പ്രവർത്തിയിലേക്ക് അത് റൺ ചെയ്യാൻ വേണ്ടി പോവാണ് ചെയ്യുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പാണ് ഡേറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ലാസ്റ്റില് ഡേറ്റ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോസസർ എന്ത് ചെയ്യുന്നു, IO മൊഡ്യൂൾസിൽ നിന്ന് എന്ത് ലൈക്ക് ഡേറ്റ റീഡ് ചെയ്യാനാണോ റൈറ്റ് ചെയ്യാനാണോ എന്താണോ ആ ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീനിൽ വരുന്നത് അത് പെർഫോം ചെയ്യുന്നു. അതിനുശേഷം റെസ്യൂം എക്സിക്യൂഷൻ. റെസ്യൂം എക്സിക്യൂഷൻ എന്ന് വെച്ചാൽ പ്രോസസർ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പർട്ടിക്കുലർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഇന്ററപ്റ്റിനെ ഹാൻഡിൽ ചെയ്തത്. അതിനുശേഷം ഇന്ററപ്റ്റിനെ കംപ്ലീറ്റ് ചെയ്തു, അതിന് പ്രോസസ്സ് ഡൺ ചെയ്തു എങ്കിൽ പിന്നെ എന്ത് ചെയ്യുന്നു, എന്ത് പ്രോസസ് ആണോ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചത് അതിനെ എന്ത് ചെയ്യുന്നു, റെസ്യൂം ചെയ്യുന്നു. സോ ആ ഒരു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഇന്ററപ്റ്റ് ഡ്രിവൺ കേസിലെ പ്രോസസറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ നടക്കുന്ന സ്റ്റെപ്സ് ആയിട്ട് വരുന്നത്. ഇനി IO മൊഡ്യൂളിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് അറിയണം, IO മൊഡ്യൂളിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എന്ത് ചെയ്യണം,
പ്രോസസർ ഒരു കമാൻഡ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് IO മൊഡ്യൂൾ എന്ത് ചെയ്യണം? ആ കമാൻഡിനെ റിസീവ് ചെയ്യണം. സോ IO മൊഡ്യൂൾ ആ കമാൻഡിനെ റിസീവ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യാണ്? അതിനാവശ്യമായിട്ടുള്ള സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫെച്ച് ഡേറ്റയാണ്. അത് ആ പെരിഫറൽസിൽ നിന്ന് IO മൊഡ്യൂൾ കണക്ട് ചെയ്തിരിക്കുന്ന പെരിഫറൽസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്താണോ ഡേറ്റ വേണ്ടത് ആ ഒരു ഫെച്ചിങ് പെർഫോം ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എപ്പോഴാണോ ഇത് പെർഫോം ചെയ്യാൻ വില്ലിംഗ് ആവുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് ഇവിടെ ആ ഇന്ററപ്റ്റ് റെഡി ആവുന്നത് ആ സിഗ്നൽ ഇന്ററപ്റ്റിനെ സെൻഡ് ചെയ്യുന്നു. ഡേറ്റ ഫെച്ച് ചെയ്തതിനു ശേഷം IO മൊഡ്യൂളിൽ അത് റെഡി ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ആ മൊഡ്യൂൾ എന്ത് ചെയ്യുന്നു? പ്രോസസറിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുകയാണ്. ഞാൻ റെഡിയാണ്, എനിക്ക് ഇന്ന ടാസ്ക് പെർഫോം ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ഡേറ്റ എനിക്ക് വേണം എന്നുള്ള ഇൻഫർമേഷൻ മെമ്മറിയിലേക്ക് കൊടുക്കുന്നു. സോ ഈ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ പ്രോസസറിന് കൊടുത്ത ആ ഒരു സിഗ്നൽ ഇന്ററപ്റ്റ് പ്രോസസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു റിക്വസ്റ്റ് പ്രോസസറിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എപ്പോഴാണോ പ്രോസസർ ആ ഇന്ററപ്റ്റിനെ അക്നോളജ് ചെയ്യുന്നത് മൊഡ്യൂൾ എന്ത് ചെയ്യുന്നു? ആ സിസ്റ്റം ബസ്സിലേക്ക് ആ ഡേറ്റനെ പ്ലേസ് ചെയ്യുന്നു. ലാസ്റ്റ് സ്റ്റെപ്പാണ് അടുത്ത ഓപ്പറേഷൻ വേണ്ടിയിട്ട് റെഡി ഫോർ നെക്സ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ നടന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു? മൊഡ്യൂള് റീസെറ്റ് ആവുന്നു. അതിനുശേഷം നെക്സ്റ്റ് കമാൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് IO മൊഡ്യൂളിന്റെ കേസിൽ നിന്ന് നോക്കുമ്പോൾ വരുന്നത്. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ നോക്കിയിരിക്കണം. എന്തൊക്കെ ലൈക്ക് പ്രോസസറിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്, ഇന്ററപ്റ്റ് ഡ്രിവൺ പ്രോസസർ, ദെൻ IO മൊഡ്യൂളിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താന്നുള്ളത് കുറച്ച് സ്റ്റെപ്സ് ആയിട്ട് തന്നെ ഓർത്തിരുന്നാൽ മതി. ഇവിടെ ആ ഇന്ററപ്റ്റ് പ്രോസസ്സിംഗിന്റെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇന്ററപ്റ്റ് ഡ്രിവൺ IOനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഇന്ററപ്റ്റ്സിനെ ഹാൻഡിൽ ചെയ്യുന്നതിലെ ഫിഗർ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് ആ പ്രോസസ്സിനെ എന്താണ് ഹാർഡ്വെയർ ആക്ഷൻസ് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, സോഫ്റ്റ്വെയർ ആക്ഷൻസ് എന്തൊക്കെയാണ് നടക്കുന്നത്, ആ രണ്ട് രീതിയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഹാർഡ്വെയർ സൈഡിൽ എന്തൊക്കെയാണ് മെഷീൻസ് ഓട്ടോമാറ്റിക്കലി മെഷീൻ എന്തൊക്കെ പെർഫോം ചെയ്യുന്നു ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഹാർഡ്വെയർ പോർഷനിൽ കാണിച്ചിരിക്കുന്നത്. ഇനി സോഫ്റ്റ്വെയറിന്റെ രീതിയിൽ കാണിച്ചിരിക്കുന്നത് എന്തായിരിക്കും? എന്താണ് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പെർഫോം ചെയ്യുന്നത്, ആ സമയത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ പോർഷൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള രീതിക്ക്. അപ്പൊ നമുക്ക് ആദ്യം വരുന്നത് എന്താണ്? ഹാർഡ്വെയർ സൈഡിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ജനറേറ്റ് ചെയ്യുന്നതാണ് ഇന്ററപ്റ്റ് റിക്വസ്റ്റ് എന്ന് പറയുന്ന കാര്യം. ഇന്ററപ്റ്റ് റിക്വസ്റ്റ് അതായത് ഡിവൈസ് കൺട്രോളർ ഓർ അതർ സിസ്റ്റം ഹാർഡ്വെയർ ഇഷ്യൂസ് ആൻഡ് ഇന്ററപ്റ്റ്. ഒന്നുകിൽ എന്ത് ചെയ്യാണ്? ആരാണോ ലൈക്ക് ഇന്ററപ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത് ആ ഒരു കൺസെപ്റ്റ് ഇന്ററപ്റ്റ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിവൈസ് അതായത് കീബോർഡ് ആകാം, നെറ്റ്വർക്ക് കാർഡ് ആകാം, എന്തെങ്കിലും ലൈക്കുള്ള ഡിവൈസസ് എന്ത് ചെയ്യുന്നു? ഒരു ഇന്ററപ്റ്റ് സിഗ്നലിനെ ജനറേറ്റ് ചെയ്യുന്നു. എപ്പോഴാണോ അതിന് അറ്റൻഷൻ വേണ്ടത് ഒരു പെരിഫറൽ ഡിവൈസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണോ അതിനൊരു ഡേറ്റ ഫെച്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എപ്പോഴാണോ അതിനൊരു അറ്റൻഷൻ വേണ്ടത് ഫ്രം ദ പ്രോസസറിൽ നിന്ന് അതെന്ത് ചെയ്യുന്നു? ഒരു ഇന്ററപ്റ്റ് സിഗ്നലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് എന്ത് ചെയ്യുന്നത്? ഞാൻ റെഡിയാണ്, പ്ലീസ് ഹാൻഡിൽ മീ എന്നുള്ളൊരു കൺസിഡറേഷൻ ആണ്. പ്രോസസറിനോട് പറയുകയാണ് ഐ എം വില്ലിംഗ് ടു ഡു എ ടാസ്ക് അല്ലെങ്കിൽ ഐ എം റെഡി, ഞാനൊരു റെഡി പൊസിഷനിലാണ്, എനിക്ക് എന്ത് ചെയ്യണം? ആ ഒരു ഇന്ററപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കൺസിഡറേഷൻ പ്രൊവൈഡ് ചെയ്യണം. സോ അങ്ങനെ ഒരു ഇന്ററപ്റ്റ് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല? പ്രോസസർ ഫിനിഷ് ദ കറണ്ട് ഇൻസ്ട്രക്ഷൻ. CPU എന്ത് ചെയ്യുന്നില്ല? മിഡ് ഇൻസ്ട്രക്ഷനെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, പകരം എന്ത് ചെയ്യുന്നു? കറണ്ട് ഇൻസ്ട്രക്ഷൻ എന്താണോ അതിന് പെർഫോം ചെയ്തതിനു ശേഷം റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നു. സോ അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ വരുന്നത്. എന്ത് വരുന്നത്? അക്നോളജ്മെന്റ്. പ്രോസസർ സിഗ്നൽ അക്നോളജ്മെന്റ് ഓഫ് ഇന്ററപ്റ്റ് നമ്മൾ കൊടുത്ത പെരിഫറൽ ഡിവൈസ് കൊടുത്ത ഇന്ററപ്റ്റിന് അക്നോളജ്മെന്റ് കൊടുക്കേണ്ട ആളാരാണ്? പ്രോസസർ ആണ്. പ്രോസസർ ആ ഇന്ററപ്റ്റ് റിക്വസ്റ്റിന് എന്ത് ചെയ്യുന്നു? അക്നോളജ് ചെയ്യുന്നു. ആ ഡിവൈസിനോട് പറയുവാണ് ഇത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അക്നോളജ്മെന്റ് കൊടുക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? പെരിഫറൽ ഡിവൈസിനോട് പറയുവാണ് നിങ്ങൾ തന്നിരിക്കുന്ന ഇന്ററപ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ റെഡിയാണ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? നോട്ടീസ് ചെയ്തിട്ടുണ്ട്. സോ പ്രോസസർ എന്താണോ പെർഫോം ചെയ്തുകൊണ്ടിരുന്നത് ആ കറണ്ട് ഇൻസ്ട്രക്ഷൻ ലൈക്ക് ഫുള്ളി എന്നല്ല ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ ആ ഒരു ഇത് ഫുൾ പ്രോഗ്രാം റൺ ചെയ്യുന്നു എന്നുള്ള കൺസെപ്റ്റ് അല്ല, ആ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അക്നോളജ്മെന്റ് കൊടുക്കുന്നുള്ളൂ. ഇനി അതിനകത്ത് അടുത്ത സ്റ്റെപ്പാണ് എന്ന് പറയുന്നത് പ്രോസസർ പുഷസ് PSW ആൻഡ് PC കൺട്രോൾ ഓൺ ടു കൺട്രോൾ സ്റ്റാക്ക്. അതായത് PSW ആൻഡ് PC എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടർ നമുക്കറിയാം. PSW എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് ആണ്. ഈ CPU എന്ത് ചെയ്യുന്നു? ഒരു കറണ്ട് സ്റ്റേറ്റ് ഓഫ് എക്സിക്യൂഷൻ എന്താണ് CPU പിന്നീട് നടത്തേണ്ടത്? CPU ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്ന പ്രോഗ്രാമില് എന്താണ് നമ്മളൊരു പർട്ടിക്കുലർ സ്റ്റോപ്പ് റെസ്യൂം ചെയ്ത് പൗസ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഇന്ററപ്റ്റിനെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. സോ ആ ഒരു പർട്ടിക്കുലർ സെനാരിയോയില് ഇതിന് ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഈ ഒരു കറണ്ട് സ്റ്റേറ്റ് എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം എന്താണ് CPU പിന്നീട് റൺ ചെയ്യേണ്ടത് എന്നുള്ളൊരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിനെ സേവ് ചെയ്ത് വെക്കുന്നതിനെയാണ് ആ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ആ ഒരു ഡയഗ്രാം സൂചിപ്പിക്കുന്നത്.
ലാസ്റ്റ് വൺ ആണ് ഇത് ചെയ്യുന്നത് ലോഡ് ന്യൂ, അതായത് പ്രോസസർ ലോഡ്സ് ന്യൂ പി സി വാല്യൂ ബേസ്ഡ് ഓൺ ദ ഇന്ററപ്റ്റ്. ഇന്ററപ്റ്റിന് അനുസരിച്ച് കൊണ്ടുള്ള ന്യൂ പി സി വാല്യൂ. കാരണം എന്താണ്, ഇന്ററപ്റ്റ് സർവീസ് റൊട്ടീൻ അഥവാ ആ എക്സ്റ്റേണൽ ഡിവൈസിൽ നിന്ന് വന്ന ഇന്ററപ്റ്റിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ആ ഇന്ററപ്റ്റിന്റെ വാല്യൂ ഏത് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന രജിസ്റ്ററിലാണ് അതിന്റെ വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിന് ലോഡ് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യണം. സോ ആ ഒരു സ്പെഷ്യൽ കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, CPU ആ പുതിയ പ്രോഗ്രാം കൗണ്ടർ ഏതിന്റെ എക്സ്റ്റേണൽ ഡിവൈസ് കൊടുത്ത ആ ഒരു ഇന്ററപ്റ്റിന്റെ പ്രോഗ്രാം കൗണ്ടറിനെ ലോഡ് ചെയ്തതിനു ശേഷം അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. സോ ഹാർഡ്വെയർ പോർഷനിൽ എന്തൊക്കെ പ്രോസസ് ആണ് നടക്കുന്നതെന്നാണ് ഇന്ററപ്റ്റിന്റെ സർവീസിന്റെ സമയത്ത് അതാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഡിവൈസ്, പെരിഫറൽ ഡിവൈസ് ഒരു ഇന്ററപ്റ്റ് റിക്വസ്റ്റ് അയക്കുന്നു. ഒരു ഡിവൈസ്, അത് കൺട്രോളർ എന്ന് ഉദ്ദേശിക്കുന്നത് കീബോർഡോ നെറ്റ്വർക്ക് കാർഡോ അങ്ങനെയുള്ള പെരിഫറൽ ഡിവൈസസ് ആണ്. അവരൊരു ഞങ്ങൾ റെഡി ആണ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഒരു ഇന്ററപ്റ്റ് സിഗ്നൽ അയക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, ആ സിഗ്നൽ വരുന്ന സമയത്ത് എന്ത് ഇൻസ്ട്രക്ഷൻ ആണോ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്, പ്രോഗ്രാം അല്ല, കറണ്ട് പ്രോസസ് എൻറ്റയർലി കംപ്ലീറ്റ് ചെയ്യുന്നു എന്നല്ല അർത്ഥം, ആ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഈ അക്നോളജ്മെന്റ് കൊടുക്കുന്നു. അക്നോളജ്മെന്റ് കൊടുക്കുന്ന ആരാണ്, പ്രോസസർ ആണ്. പ്രോസസർ അക്നോളജ്മെന്റ് കൊടുക്കുന്നത് ഉദ്ദേശിക്കുന്നത് പെരിഫറൽ ഡിവൈസ് അയച്ച ഇന്ററപ്റ്റിന് എന്താണ്, ഞങ്ങൾ നോട്ടീസ് ചെയ്തു, പ്രോസസർ ആ ഒരു സിഗ്നലിനെ നോട്ടീസ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു റിപ്ലൈ ആണ് എന്ത് ചെയ്യുന്നത്, ഈ അക്നോളജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അക്നോളജ്മെന്റ് കൊടുത്തതിന് ശേഷം പ്രോസസർ എന്ത് ചെയ്യുന്നു, എന്താണോ ഇപ്പൊ ഞാൻ ഫിനിഷ് ചെയ്തത്, ഏത് ഇൻസ്ട്രക്ഷൻ ആണോ ഞാൻ കറന്റ് കംപ്ലീറ്റ് ചെയ്തത്, അത് എത്രത്തോളം എന്നുള്ള രീതിക്ക് ഒരു പ്രോഗ്രാം സ്റ്റാറ്റസ് എന്താണ്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് കറന്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിന്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് PSW-ലും അതുപോലെ തന്നെ പ്രോഗ്രാം കൗണ്ടറിലും അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നു. സോ ഈ ഇന്ററപ്റ്റ് നടത്തിയതിനു ശേഷം ഞാൻ തിരിച്ചു വന്ന് എവിടെ നിന്നാണ് പർട്ടിക്കുലർ റൺ ചെയ്യേണ്ടത്, ആ ഒരു കൺസിഡറേഷൻ ആണ് ഇവിടെ സേവ് കോണ്ടെക്സ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ലാസ്റ്റ് പോർഷൻ ആണ് ലോഡ് ന്യൂ പി സി. ഇത് കറന്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ എടുത്തു വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആ ഇന്ററപ്റ്റിൽ നിന്ന് വന്ന ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ എന്ന് പറയുന്ന ആ ഒരു ഇന്ററപ്റ്റിന്റെ പി സിയുടെ വാല്യൂവിനെ ലോഡ് ചെയ്യുന്നു. എന്താണോ ആ ഇന്ററപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആ പർട്ടിക്കുലർ പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇത്രയും സ്റ്റെപ്സ് ആണ് ഹാർഡ്വെയറിന്റെ രീതിയിൽ നടക്കുന്നത്. ഇനി അവിടെ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് പോകുന്നത്. സോഫ്റ്റ്വെയർ പോർഷനില് എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിന് പെർഫോം ചെയ്യാൻ പോകുന്നത്, അതായത് സേവ് പ്രോസസ് സ്റ്റേറ്റ് എന്നാണ് ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത്. സേവ് പ്രോസസ് സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോസസ് സ്റ്റേറ്റ് ഇൻഫർമേഷൻസിന്റെ, അതായത് ഹാർഡ്വെയർ രജിസ്റ്റേഴ്സിനെ കൂടാതെ OS എന്ത് ചെയ്യുന്നുണ്ട്, പ്രോസസിന്റെ സ്റ്റേറ്റ്സ് സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിലാകാം അല്ലെങ്കിൽ മെമ്മറി പോയിന്റേഴ്സിലാകാം, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സേവ് ചെയ്ത് വെക്കുന്നു. സോ അത് എൻഷുർ ചെയ്യുന്നു ആ ഇന്ററപ്റ്റഡ് പ്രോഗ്രാം റെസ്യൂം ചെയ്യുന്നത്, അതായത് കറക്റ്റ്ലി ആണ് റെസ്യൂം ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോ ഒരു ഇന്ററപ്റ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീന് വേണ്ടി നമ്മളൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം കൗണ്ടർ ആ ഒരു PC വാല്യൂനെ ലോഡ് ചെയ്തു എന്ന് പറഞ്ഞു. ആ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആക്ച്വൽ വാല്യൂ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരു ISR ആണ് റൺ ചെയ്തെന്നുള്ള ഒരു കൺസിഡറേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ആ ഒരു സ്റ്റേറ്റ്, ആ ഒരു പ്രോസസ് സ്റ്റേറ്റ് ഓക്കെ ആണെന്ന് ഇതാണ് അവിടെ നടക്കുന്നത്. ദെൻ രണ്ടാമത്താണ് പ്രോസസ് ഇന്ററപ്റ്റ്. പ്രോസസ് ഇന്ററപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ റൺ ചെയ്യുവാണ് അല്ലെങ്കിൽ അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനാവശ്യമായിട്ടുള്ള ആക്ഷൻസ്, അതായത് ഡേറ്റ റീഡ് ചെയ്യുന്നു IO മൊഡ്യൂൾസിൽ നിന്ന്, അല്ലെങ്കിൽ എറർ ഉണ്ടെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യുന്നു, അങ്ങനെയുള്ള ആ ഒരു പ്രോസസിങ് അവിടെ നടക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നു. ദെൻ അടുത്ത സ്റ്റെപ്പ് ആണ് ചെയ്യുന്നത്, പ്രോസസ് സ്റ്റേറ്റിനെ റീസ്റ്റോർ ചെയ്യുന്നു. പ്രോസസ് സ്റ്റേറ്റ് ഇൻഫർമേഷൻസിനെ റീസ്റ്റോർ ചെയ്യുന്നു. ISR ഫിനിഷ് ആവുന്ന സമയത്ത്, ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീനാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, അത് ഫിനിഷ് ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഇന്ററപ്റ്റഡ് പ്രോഗ്രാംസിന്റെ ആ ഒരു പർട്ടിക്കുലർ സേവ് ചെയ്യുന്ന സ്റ്റേറ്റ് ഉണ്ടല്ലോ, നമ്മൾ ആദ്യം കോൾ ചെയ്തത് സേവ് പ്രോസസ് സ്റ്റേറ്റ് എന്ന് നമ്മൾ ആദ്യം കോൾ ചെയ്തത്, ആ ഒരു അപ്ഡേഷൻസ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, റീസ്റ്റോർ ചെയ്യുന്നു. ISR ഈ ഒരു പർട്ടിക്കുലർ ഇന്ററപ്റ്റ് വരുമ്പോൾ ഇങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളത്, അതിനകത്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻസോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ അതിനെ റീസ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട എന്താണ് ആ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, റീസ്റ്റോർ PSW ആൻഡ് PC ആണ്. അതായത് നമ്മൾ ആ ഓൾഡ് PSW PC വാല്യൂസ് ഉണ്ടാകും, അതിനെ ആ സ്റ്റാക്കിൽ നിന്ന് റീലോഡ് ചെയ്തിരുന്നു. അതിനെന്ത് ചെയ്യുന്നു, CPU എന്ത് ചെയ്യുന്നു, ആ ഒറിജിനൽ പ്രോഗ്രാം എക്സാക്ട്ലി എവിടെയാണോ നടന്നത് അല്ലെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ചെയ്തത് അവിടുന്ന് റിട്ടേൺ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു റെസ്യൂം ചെയ്ത പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. സോ ഇത്രയും സ്റ്റെപ്സ് ആണ് ഇവിടെ വരുന്നത് നമ്മുടെ ഇന്ററപ്റ്റ് സർവീസിൽ വരുന്നത്. ആക്ച്വലി ഹാർഡ്വെയർ പോർഷനിൽ ഫുൾ നമ്മൾ പറയുന്നത് ഒരു പ്രോസസറിലേക്ക് ഒരു ഇന്ററപ്റ്റ് സിഗ്നൽ വരുന്നു, ആ സിഗ്നലിന്റെ പ്രോസസർ എന്ത് ചെയ്യുന്നു, പർട്ടിക്കുലർ ചെയ്തുകൊണ്ടിരുന്ന ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിനുശേഷം ആ പ്രോസസറിന് ഒരു അക്നോളജ്മെന്റ് കൊടുക്കുന്നു, പ്രോസസറിന്റെ അക്നോളജ്മെന്റ് കൊടുക്കുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, അതിനെ PSW-യും PC-യും സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ദെൻ ആ ഒരു ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീന്റെ PC വാല്യൂനെ ലോഡ് ചെയ്യുന്നു. ആ ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീന്റെ PC വാല്യൂ ലോഡ് ചെയ്ത സാധനത്തിനാണ് നമ്മൾ ചെയ്തത്
ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് എന്താണോ ആ ഇൻഫർമേഷൻ അനുസരിച്ച് അതിനെ എന്ത് ചെയ്യുന്നു, പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ പ്രോസസ് ഇന്ററപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ISR റൺ ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ എന്ത് ചെയ്യുന്നു, ISR റൺ ചെയ്തതിനു ശേഷം അതിന്റെ PSW അതുപോലെ തന്നെ അതിന്റെ സ്റ്റേറ്റ്സ് എന്ത് ചെയ്യുന്നു, റീലോഡ് ചെയ്ത് വെക്കുന്നു അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്ത് വെക്കുന്നു. ദെൻ നമുക്ക് എവിടെയാണോ നമ്മൾ നിർത്തിയിട്ട് പോയത്, നമ്മളിവിടെ പ്രോസസ് പുഷസ് PSW ആൻഡ് PC എന്ന് പറഞ്ഞു, ആ PSW PC എന്താണ് നമ്മൾ നിർത്തിയിട്ട് പോയത് അതിനെ റീസ്റ്റോർ ചെയ്ത് ആ ഒരു പ്രോസസ്സർ കണ്ടിന്യൂ ചെയ്യുന്നു. ബാക്കി ആ ഒരു ഇന്ററപ്റ്റ് ഹാൻഡ്ലിംഗ് കഴിഞ്ഞതിന് ശേഷം എന്ത് പ്രോഗ്രാമാണ് കറന്റ് റൺ ചെയ്തുകൊണ്ടിരുന്നത് അതിനെ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇന്ററപ്റ്റ് സർവീസസിൽ വരുന്നത്. കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, ഒത്തിരി ഡിഫിക്കൽട്ട് ആണെന്ന് വിചാരിച്ച് വായിക്കും വേണ്ട, ഈസിയാണ്. നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ തന്നെ കിട്ടാവുന്ന കേസേ ഉള്ളൂ. സോ ഇന്ററപ്റ്റഡ് IOയും പ്രോഗ്രാംഡ് IOയും അങ്ങനെ രണ്ട് IO മൊഡ്യൂൾസ് ആണ് നമുക്ക് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്നുള്ള കൺസെപ്റ്റ് ആണ് DMA, ഡയറക്റ്റ് മെമ്മറി ആക്സസ്. അവിടെ ഒരു DMA മൊഡ്യൂൾ ഡയഗ്രാംസും DMA ഇന്ററപ്റ്റ് ബ്രേക്ക് പോയിന്റ്സ് ഒക്കെ വരുന്നുണ്ട്, കോൺഫിഗറേഷനും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എക്സ്പെക്ട്. സോ ഒരു പ്രോഗ്രാംഡ് IO എന്ന് പറയുന്ന കൺസെപ്റ്റിൽ എന്താണ്, ഫുള്ളി ഒക്കെ, അതായത് നമ്മുടെ CPU ആണ് എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് മാനേജിങ് നടത്തുന്നത്, അല്ലെങ്കിൽ CPUന്റെ പ്രോസസറിന്റെ സം ടൈംസ് എന്ത് ചെയ്യാണ്, വേസ്റ്റ് ആയി പോവാണ്. ഇന്ററപ്റ്റ് ഡ്രിവൺ IO എന്ന് പറയുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്തു, പ്രോസസറിനെ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ആ സമയത്ത് തന്നെ വേറെ വർക്കുകളെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ള രീതിക്ക് വിട്ടു. DMA അഥവാ ഡയറക്റ്റ് മെമ്മറി ആക്സസിനകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ലാർജ് ബ്ലോക്ക് ഓഫ് ഡേറ്റാസിനെ ഡയറക്ട്ലി മെമ്മറിയും IO മൊഡ്യൂൾസും തമ്മിൽ, അല്ലെങ്കിൽ IO ഡിവൈസും തമ്മിൽ CPUവിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ, CPU ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ പ്രോസസറിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആക്സസ് ചെയ്യാൻ പോവാണ്. DMA എന്ന് ഉദ്ദേശിക്കുന്നത്, ഡയറക്റ്റ് മെമ്മറി ആക്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു IO ഡിവൈസ് അല്ലെങ്കിൽ പെരിഫറൽ ഡിവൈസിനെ പ്രോസസറിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ഡയറക്ട്ലി എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഡയറക്റ്റ് മെമ്മറി ആക്സസ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു. സോ CPUവിന്റെ ഒരു ഓവർഹെഡ് അല്ലെങ്കിൽ CPUവിന്റെ ഒരു ബർഡൻ ഒഴിവാക്കുക എന്നുള്ളൊരു മീനിങ് കൊണ്ട് CPUവിനെ കുറച്ച് മിനിമലൈസ് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റ് അവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. സോ DMA എന്ന് പറയുന്നത് ആക്ച്വലി ഇതാണ്, DMAയുടെ ഫംഗ്ഷൻ എന്നുള്ള കൺസെപ്റ്റിലേക്കാണ് ഇവിടെ വരുന്നത്. DMA മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഹാർഡ്വെയർ കൺട്രോളർ ആണ്, സിസ്റ്റം ബസ്സിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അത് ആ ബസ്സിന്റെ കൺട്രോൾ ടെമ്പറലി ടേക്ക് ചെയ്യാൻ സാധിക്കുന്നു. കാരണം എന്താണ്, CPUവിന്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ ട്രാൻസ്ഫറിങ് പെർഫോം ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. സോ DMA എന്ന് പറഞ്ഞാൽ, DMA മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഹാർഡ്വെയർ കൺട്രോളർ ആണ്. ആ കൺട്രോൾ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റം ബസ്സിലേക്കാണ്. ആ ബസ്സിന് ഒരു ടെമ്പററി ഒരു CPU ഒരു ട്രാൻസ്ഫർ പെർഫോം ചെയ്യാതെ ആ പർട്ടിക്കുലർ സിസ്റ്റം ബസ്സിന് ഡയറക്റ്റ് മെമ്മറിയിൽ നിന്ന് ആക്സസിങ് പ്രൊവൈഡ് ആവുന്ന ആ ആക്സസിങ്ങിലൂടെ ആ സിസ്റ്റം ബസ്സിലൂടെ നമുക്ക് അതിന് IO ഡിവൈസിലേക്ക് ഡേറ്റാസിന് കൊടുക്കാൻ പറ്റുന്നു. സോ അതിനെയാണ് എന്ത് വിളിക്കുന്നത്, സൈക്കിൾ സ്റ്റീലിംഗ് എന്ന് വിളിക്കുന്നത്. കാരണം DMA എന്ത് ചെയ്യുവാണ്, സ്റ്റീൽ ചെയ്യുവാണ് എന്ത് ചെയ്യുന്നത്, CPUവിന്റെ ചില ബസ് സൈക്കിൾസിന്. സൈക്കിൾ സ്റ്റീൽ എന്നൊരു കൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു സിസ്റ്റം ബസ്സിലേക്കാണ് ആക്ച്വലി കണക്ട് ചെയ്യുന്നത്. ആ DMA മൊഡ്യൂളിന് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യാണ്, ഒരു അഡീഷണൽ മൊഡ്യൂൾ ഉണ്ട്, സിസ്റ്റം ബസ് ആണ്. സിസ്റ്റം ബസ്സിൽ ഒരു അഡീഷണൽ മൊഡ്യൂൾ ആയിട്ട് ആഡ് ചെയ്യുവാണ്. എന്ത് ചെയ്യണം, അത് ആ സിസ്റ്റത്തിന്റെ ആ കൺട്രോളിന് ടേക്ക് ഓവർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവിടെ കൊടുക്കുന്നു പ്രോസസറിൽ നിന്ന്. കാരണം ഡേറ്റാസിന് ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് ഡയറക്റ്റ് മെമ്മറി ടു ദ സിസ്റ്റം ബസ്. ആ സിസ്റ്റം ബസ്സിലൂടെ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, DMA മൊഡ്യൂളിനെ, ആ പ്രോസസറിനെ ആ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ ടെമ്പറലി സസ്പെൻഡ് ചെയ്യാന്നുള്ള രീതിക്ക് എന്ത് ചെയ്യാണ്, അതിനാണ് സൈക്കിൾ സ്റ്റീലിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റീലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ സിസ്റ്റം ബസ്സിന് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു CPUവിന്റെ പ്രോസസ് അല്ലെങ്കിൽ CPUവിന്റെ ഇൻവോൾവ്മെന്റ് അവിടെ നിന്ന് ഒഴിവാക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റിലാണ്. സോ അതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന സ്റ്റെപ്സ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോസസർ ഇഷ്യൂസ് കമാൻഡ് ടു DMA. അതായത് CPU DMA എന്ന് പറയുന്ന മൊഡ്യൂളിനോട് പറയുവാണ് എന്താണ് സെൻഡ് ചെയ്യേണ്ടത്, വാട്ട് നീഡ്സ് ടു ബി ഡൺ ബൈ സെൻഡിങ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഓപ്പറേഷൻ ടൈപ്പ് പറയാം, റീഡ് ഓർ റൈറ്റ് ആണോ, ഡിവൈസിന്റെ അഡ്രസ് പറയാം, ഏത് IO ഡിവൈസുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, മെമ്മറി അഡ്രസ് പറയാം, എവിടെ നിന്നാണ് നമുക്ക് മെമ്മറിയിൽ നിന്നാണ് ഡേറ്റ എടുക്കേണ്ടത്, വേർഡ് കൗണ്ട് പറയാം, എത്രത്തോളം വേർഡ്സിനെ ട്രാൻസ്ഫർ ചെയ്യണം. ഇതെല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത് DMAയുടെ ഇന്റേണൽ സ്റ്റോറേജിലാണ്, രജിസ്റ്റേഴ്സിലാണ്. DMA എന്ന് പറയുന്നത് എന്താണ്, ഒരു മൊഡ്യൂൾ ആണ്, ആക്ച്വലി ഒരു ഹാർഡ്വെയർ മൊഡ്യൂൾ ആണ്. സോ ആ ഹാർഡ്വെയർ മൊഡ്യൂളിനോട് പ്രോസസറാണ് ആക്ച്വലി പറഞ്ഞു കൊടുക്കുന്നത് എന്ത് പ്രോസസിംഗ് ആണ് നടത്തേണ്ടത്, റീഡ് ഓർ റൈറ്റ് ഡേറ്റ ആണോ നടത്തേണ്ടത്. ആ കമാൻഡ് DMA മൊഡ്യൂളിലേക്ക് കൊടുക്കുന്നത് പ്രോസസറാണ്. ബൈ സെൻഡിങ് എന്തൊക്കെ ഇൻഫർമേഷൻസ് ഉണ്ട് ആ ഒരു കമാൻഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് റീഡ് ഓർ റൈറ്റ് ആണോ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്, എന്ത് പർട്ടിക്കുലർ ഒരു കമാൻഡ് ആണ് ആ ഒരു IO ഡിവൈസ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്.
റീഡ് ഓർ റൈറ്റ് കൺട്രോളിന് യൂസ് ചെയ്തുകൊണ്ട് പ്രോസസറിനും DMA മൊഡ്യൂളിനും ഇടയ്ക്കാണ് ഇത് പറയുന്നത്. ദെൻ അഡ്രസ് ഓഫ് ദ IO ഡിവൈസ് ഇൻവോൾവ്. ഏത് IO ഡിവൈസുമായിട്ടാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതെന്ന് ആ DMA മൊഡ്യൂളിന് ആദ്യം മനസ്സിലാകണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ പ്രോസസറിനെ തഴഞ്ഞ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ആ ഡേറ്റ ലൈനിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഏത് അഡ്രസ് പറയുന്നത്. ദെൻ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ ഓഫ് ദ റീഡ് റൈറ്റ്. നമ്മൾ റീഡ് ആണോ റൈറ്റ് ആണോ എന്താണ് പെർഫോം ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവുമല്ലോ. സോ അത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് DMA എന്ന് പറയുന്ന മൊഡ്യൂളിന്റെ അഡ്രസ് രജിസ്റ്ററിലാണ്. സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ ഓഫ് ദ റീഡ് ഓർ റൈറ്റ്. ദെൻ എത്രത്തോളം നമ്പർ ഓഫ് വേർഡ്സ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, റീഡ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാനുണ്ട്, അത് നമ്മൾ ഡേറ്റ കൗണ്ട് രജിസ്റ്ററിലാണ് സ്റ്റോർ ചെയ്യുന്നത്. DMA തന്നെയായിരിക്കും ഡേറ്റ കൗണ്ട് രജിസ്റ്ററിലാണ് സ്റ്റോർ ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോസസർ എന്ത് ചെയ്യുന്നു, അതിൻ്റെതായ ജോലി ചെയ്തുകൊണ്ട് പ്രോസസർ അങ്ങ് പോകുന്നു. സോ ആ ഡ്യൂട്ടി അത് ആരോട് പെർഫോം ചെയ്യാൻ പറയുന്നു, DMA എന്ന് പറയുന്ന ഡയറക്റ്റ് മെമ്മറി ആക്സസ് മൊഡ്യൂളിനോട് പറയുകയാണ് IOയുമായിട്ട് നീ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇത്രത്തോളം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇത്രത്തോളം ഡീറ്റെയിൽസ് ആണ് അയാൾക്ക് വേണ്ടതെന്നുള്ള ഇൻഫർമേഷൻ മാത്രമേ ആര് കൊടുക്കുന്നുള്ളൂ, പ്രോസസർ കൊടുക്കുന്നുള്ളൂ. പ്രോസസർ അതിന്റെ മറ്റ് ടാസ്കുകളിലേക്ക് അത് കിടക്കുന്നു. സോ DMA എന്ത് ചെയ്യുന്നു, ആ എൻറ്റയർ ബ്ലോക്ക് ഓഫ് ഡേറ്റയെ ഒരു 1 വേർഡ് അറ്റ് എ ടൈം എന്നുള്ള രീതിയിൽ ഡയറക്റ്റ് മെമ്മറിയിൽ നിന്ന് എടുത്ത് പ്രോസസറിലേക്ക് പോകാതെ ഡയറക്റ്റ് എവിടോട്ട് പോവാണ്, ആ IO ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഡയറക്റ്റ് മെമ്മറി ആക്സസിൽ ഡയറക്റ്റ് മെമ്മറി ആക്സസ് മൊഡ്യൂൾ എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ മൊഡ്യൂൾ എന്ത് ചെയ്യുവാണ്, ആ ഒരു ബ്ലോക്ക് ഓഫ് ഡേറ്റിനെ എന്ത് ഡേറ്റയാണോ റീഡ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ, റൈറ്റ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ, വിത്തൗട്ട് എന്താണ് പ്രോസസറിന്റെ ആ ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലാതെ പ്രോസസർ തന്ന കമാൻഡ് അനുസരിച്ചുകൊണ്ട് ഇന്ന ലൊക്കേഷനിൽ പോയി ഇന്ന ടാസ്ക് പെർഫോം ചെയ്തു, ഇത്രത്തോളം ഡേറ്റയാണ് റീഡ് ചെയ്യേണ്ടതെങ്കിൽ 1 വേർഡ് അറ്റ് എ ടൈം എന്നുള്ള രീതിക്ക് അതിനെ റീഡ് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് മെമ്മറിയിൽ നിന്ന് IO ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സോ എപ്പോഴാണ് ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്യുന്നത്, DMA എന്ത് ചെയ്യുന്നു, ഒരു പ്രോസസറിലേക്ക് ഇന്ററപ്റ്റ് സിഗ്നൽ അയക്കുന്നു. അതായത് നീ എന്നെ ഏൽപ്പിച്ച ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ആ പ്രോസസറിന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ ആ ഒരു പ്രോസസറിന്റെ ഹെൽപ്പ് ഒന്നും അവിടെ വേണ്ടി വരുന്നില്ല. നമ്മൾ IO മൊഡ്യൂളിൽ നിന്ന് പ്രോസസറിനോട് പറയുവാണ് എനിക്ക് ഇന്ന ടാസ്ക് പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ DMA മൊഡ്യൂൾ എന്ന് പറഞ്ഞ ഒരു എക്സ്ട്രാ ഹാർഡ്വെയർ മൊഡ്യൂൾ ഉണ്ട് എങ്കിൽ ആ മൊഡ്യൂളിന്റെ യൂസേജിനോടുകൂടി ഹെൽപ്പ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു മൊഡ്യൂളിന്റെ ലൂടെയാണ് ഈ പ്രോസസർ DMA എന്ന് പറഞ്ഞ പ്രോസസ്സാണ് നടക്കുന്നത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, IO ഡിവൈസിലേക്ക് ഡയറക്റ്റ് മെമ്മറി ആക്സസ് അല്ലെങ്കിൽ ഡയറക്റ്റ് മെമ്മറിയിൽ നിന്ന് റീഡ് റൈറ്റ് പെർഫോം ചെയ്യാൻ പറ്റുന്നു. എന്തൊക്കെയാണ് കമാൻഡ്സ് എന്നുള്ള രീതിക്ക് പ്രോസസർ ജസ്റ്റ് DMA മൊഡ്യൂളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. ഇത് നടക്കുന്നത് സിസ്റ്റം ബസ്സോ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ എന്താണ് 3 രീതിയിലുള്ള കൺട്രോൾ ബസ്, ഡേറ്റ ബസ്, ആ ഒരു 3 സിസ്റ്റം ബസിന്റെ സഹായത്തോടു കൂടിയാണ്. ഇത്ര സ്റ്റെപ്സ് ആണ് അവിടെ വരുന്നത്. ആദ്യം തന്നെ പ്രോസസർ എന്ത് ചെയ്യുന്നു, ഇന്ന ഇൻവോൾവ്മെന്റ്സ് ആണ് വരുന്നത് എന്നുള്ള രീതിക്ക് ഒരു DMA മൊഡ്യൂൾ മെസ്സേജ് കമാൻഡ് കൊടുക്കുന്നു. DMA മൊഡ്യൂൾ ആ കമാൻഡ് അനുസരിച്ചുകൊണ്ട് IOയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ആ ഒരു ഡേറ്റ ട്രാൻസ്ഫർ നടത്തുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, നടത്തിയതിനു ശേഷം മാത്രമേ DMA മൊഡ്യൂൾ ആണ്, IO മൊഡ്യൂൾ അല്ല, DMA മൊഡ്യൂൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ഇന്ററപ്റ്റ് സിഗ്നൽ ആർക്ക് അയക്കുന്നു, പ്രോസസറിന് അയക്കുന്നു. ഇന്ന പ്രോസസ് നടന്നു എന്നുള്ള രീതിക്ക്. ഇത്രയും സ്റ്റെപ്സ് ആണ് അവിടെ വരുന്നത്. സോ അവിടെ ഒരു ടിപ്പിക്കൽ DMA മൊഡ്യൂൾ ഡയഗ്രം കാണിച്ചിട്ടുണ്ട്. DMA മൊഡ്യൂളിനകത്ത് ഡേറ്റ ലൈൻസ്, അഡ്രസ് ലൈൻസ്, DMA റിക്വസ്റ്റ്, DMA അക്നോളജ്, ഇന്ററപ്റ്റ്, റീഡ്, റൈറ്റ്, ഇത് ഏതൊക്കെ പോർഷൻസിലാണ് നടക്കുന്നത്. അപ്പൊ DMA എന്ന് പറയുന്ന മൊഡ്യൂളിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഡേറ്റ കൗണ്ട് ഉണ്ട്, ഡേറ്റ രജിസ്റ്റർ ഉണ്ട്, അഡ്രസ് രജിസ്റ്റർ ഉണ്ട്, കൺട്രോൾ ലോജിക് ഉണ്ട്. നമ്മൾ പറഞ്ഞു ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താണ് ഈ ഒരു IO ഡിവൈസ് ഏതൊരു IO ഡിവൈസ് ആയിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ആ രീതിയിലുള്ള അതിന്റെ അഡ്രസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഈ ഡേറ്റ ലൈൻ എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ഡേറ്റ ലൈൻ എന്ന് പറയുന്ന ഡേറ്റ രജിസ്റ്ററിലാണ്. ആ ഒരു ഡേറ്റ രജിസ്റ്ററിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡ്രസ് ഓഫ് ദ എക്സ്റ്റേണൽ ഡിവൈസ്, ഏത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുമായിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അഡ്രസ് അറിഞ്ഞിരിക്കണം. ആ ഒരു ഡേറ്റ സ്റ്റോറേജ് നടത്തുന്നത് ഈ ഡേറ്റ രജിസ്റ്ററിലാണ്. ഇനി ഡേറ്റ കൗണ്ട് രജിസ്റ്റർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ ഡേറ്റ കൗണ്ട് രജിസ്റ്റർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, എത്രത്തോളം നമ്പർ ഓഫ് വേർഡ്സ് നമുക്ക് റീഡ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാനുണ്ട്. കാരണം അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കംപ്ലീറ്റ് ആവുമ്പോൾ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ എത്രത്തോളം ടോട്ടൽ ഡേറ്റ കൗണ്ട്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്നുള്ളത് സ്റ്റോർ ചെയ്യുന്നത് ഈ ഡേറ്റ കൗണ്ട് രജിസ്റ്ററിലാണ്. ഇനി അഡ്രസ് രജിസ്റ്റർ എന്തിനു വേണ്ടിയിട്ടായിരിക്കും, സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ ഓഫ് ദ റീഡർ റൈറ്റ്, മെമ്മറിയിൽ എവിടെ നിന്നാണ് റീഡർ റൈറ്റ് നടക്കുന്നത് അതിന്റെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ അഡ്രസ് രജിസ്റ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അഡ്രസ് രജിസ്റ്ററിൽ അഡ്രസ് ലൈൻസും ഉണ്ട്. ഈ അഡ്രസ് രജിസ്റ്ററുമായിട്ട് ഡേറ്റ കൗണ്ടിന് ഒരു കണക്ഷൻ ഉണ്ട്. കാരണം അഡ്രസ് രജിസ്റ്ററിൽ മുതൽ ആ ഡേറ്റ കൗണ്ടിലുള്ള നമ്പർ ഓഫ് വേർഡ്സ് വരെയായിരിക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടത്, റീഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ റൈറ്റ് ചെയ്യേണ്ടത്. ഇനി അവിടെ കൺട്രോൾ ലോജിക് ഉണ്ട്. കൺട്രോൾ ലോജിക്കിനകത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ലോജിക്കിൽ നിന്നാണ് DMA റിക്വസ്റ്റ് പോകുന്നത്. കൺട്രോൾ ലോജിക്കിലേക്ക് DMA അക്നോളജ്മെന്റ് വരുന്നു.
ദെൻ എന്താണ് DMA റിക്വസ്റ്റ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് മെമ്മറി ആക്സസ് മൊഡ്യൂളിന്റെ റിക്വസ്റ്റ്. ദെൻ DMA അക്നോളജ്മെന്റ് എന്ന് വെച്ചാൽ ആ പ്രോസസ്സർ ആ റിക്വസ്റ്റിനെ അക്നോളജ് ചെയ്യുന്നുള്ള കൺസെപ്റ്റ്. അതുപോലെ തന്നെ DMA യിൽ നിന്ന് ഇന്ററപ്റ്റ് എങ്ങോട്ടേക്ക് പ്രോസസ്സറിലേക്ക് ഇന്ററപ്റ്റ് പോകുന്നതും ഇവിടെ നിന്ന് ലൈക്ക് ആരോ നോക്കണം. ദെൻ റീഡ് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലും ഈ കൺട്രോൾ ലോജിക്കിലേക്കാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു പർട്ടിക്കുലർ മൊഡ്യൂൾ ഡയഗ്രത്തിനകത്ത് വരുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഇന്ററപ്റ്റിന്റെ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എവിടെയാണ് ബ്രേക്ക് പോയിന്റ് വരുന്നത് എന്നുള്ള രീതിക്കാണ്. ഡയറക്റ്റ് മെമ്മറി ആക്സസും അതുപോലെ തന്നെ എന്താണ് ഒരു ഇന്ററപ്റ്റിനെ പോസ് ചെയ്തുകൊണ്ട് ആ പ്രോസസർ അതിന്റെ ഇൻസ്ട്രക്ഷൻ സൈക്കിളിൽ എപ്പോഴാണ് ഒരു ഇവിടെ ഡയറക്റ്റ് മെമ്മറി ആക്സസ്, അതായത് ഒരു ടിപ്പിക്കൽ CPU ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ഈ ഇത്ര സ്റ്റെപ്സ് ഉണ്ട് നമുക്കറിയാലോ. ഫെച്ച് ഉണ്ട്, ഡീകോഡ് ഉണ്ട്, ഫെച്ച് ഓപ്പറാൻഡ് ഉണ്ട്, എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, സ്റ്റോർ റിസൾട്ട് ഉണ്ട്. ഫെച്ച്, ഡീകോഡ്, ഫെച്ച് ഓപ്പറാൻഡ്, എക്സിക്യൂട്ട് ഇതെല്ലാം കാണിച്ചിരിക്കുന്നത് എന്താണ് ഒരു പർട്ടിക്കുലർ CPUന്റെ അല്ലെങ്കിൽ പ്രോസസറിന്റെ ഇൻസ്ട്രക്ഷൻ സൈക്കിൾസ് ആണ്. ഈ സൈക്കിൾസിൽ ഫെച്ച് ഇൻസ്ട്രക്ഷൻ എന്താണ് മെമ്മറിയിൽ നിന്നുള്ള നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യണം അല്ലെങ്കിൽ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ ഡീകോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഇൻസ്ട്രക്ഷൻസ് എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ള രീതിക്ക് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ ഫെച്ച് ഓപ്പറാൻഡ് എന്ന് വെച്ചാൽ എന്താണ് അതിനാവശ്യമായിട്ട് വരുന്ന ഡേറ്റാസിനെ അല്ലെങ്കിൽ അതിനെ ഫെച്ച് ചെയ്തെടുക്കുന്നു. ദെൻ CPU പെർഫോം ദ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതാണ് എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻസിനകത്ത്. CPU എന്ത് ചെയ്യുന്നതാണ് റിസൾട്ട് ബാക്ക് റൈറ്റ് ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നത് അവിടെ ആ ഒരു സ്റ്റോർ റിസൾട്ടിൽ നടക്കുന്നത്. ഇത്രയും സ്റ്റെപ്സിനകത്ത് നമ്മള് പ്രോസസറിന്റെ സൈക്കിൾ നടക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇൻസ്ട്രക്ഷൻ ഒരു കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ആണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇതില് DMA ബ്രേക്ക് പോയിന്റ്സ് അല്ലെങ്കിൽ ഡയറക്റ്റ് മെമ്മറി ആക്സസ് ബ്രേക്ക് പോയിന്റ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫെച്ച് ഓപ്പറാൻഡ്. കാരണം ഈ ഒരു ഫെച്ച് ഇൻസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം അതിന്റെ ആ ഫെച്ച് ചെയ്തുകൊണ്ട് വരുന്ന ഇൻസ്ട്രക്ഷൻസിനെ എന്ത് ചെയ്യുന്നുണ്ട് ഡീകോഡിങ് ആ ഒരു ഇന്റർപ്രിട്ടേഷൻ നടക്കുന്നതും ആ ഒരു കംപ്ലീറ്റ്നെസ്സിലാണ്. ദെൻ ഫെച്ച് ഓപ്പറാൻഡിന് മുന്നോ അല്ലെങ്കിൽ ആ ഒരു ഫെച്ച് ഓപ്പറാൻഡിനെ ഫെച്ച് ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ അത് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ നടക്കുള്ളൂ. അല്ലെങ്കിൽ മെമ്മറിയിലേക്ക് ഡയറക്റ്റ് സ്റ്റോർ ചെയ്യുന്നതിന് മുന്നേ. ഈ ഇത്രയും ഭാഗങ്ങളിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് DMA ബ്രേക്ക് പോയിന്റ്സ് എന്ന് പറയുന്നത്. അതായത് എവിടെ വെച്ചിട്ടാണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾസ് അല്ലെങ്കിൽ പ്രോസസറിനെ സസ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. പ്രോസസർ എപ്പോഴൊക്കെയാണോ ആ ബസ് യൂസ് ചെയ്യേണ്ടി വരുന്നത് ആ ബസ് യൂസേജ് വരുന്നതിന് തൊട്ട് മുന്നെയാണ് സസ്പെൻഡ് ചെയ്യപ്പെടുന്നത്. അതുപോലെ എന്താണ് DMA മൊഡ്യൂൾ എന്ത് ചെയ്യുന്നു ആ വേർഡ്സിനെ ഫോർവേഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ആ പ്രോസസറിന്റെ കൺട്രോളിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. പ്രോസസർ ഒരു പർട്ടിക്കുലർ എന്താണ് ഒരു വേറൊന്നും ചെയ്യുക എന്നുള്ള രീതിയില്ല, പക്ഷെ പർട്ടിക്കുലർ എന്താണ് ആ ഒരു ബസ് സൈക്കിൾ യൂസ് ചെയ്യുന്ന സമയത്തേക്ക് ആ ഒരു പൗസ് സ്റ്റേജിലായിരിക്കും എന്നുള്ള കൺസെപ്റ്റ് ആണ് അവിടെ പറയുന്നത്. സോ ഒരു പ്രോസസറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിളിനകത്ത് ഇത്ര സ്റ്റെപ്സ് ആണ് വരുന്നത്. ആ സ്റ്റെപ്സിൽ DMA ഡയറക്റ്റ് മെമ്മറി ആക്സസ് മൊഡ്യൂളിന് ഏതൊക്കെ പോയിന്റ് ഓഫ് ഏരിയാസിൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ബ്രേക്ക് പോയിന്റ്സ് എടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ആ ബ്രേക്ക് പോയിന്റ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു ബസ് എപ്പോഴൊക്കെയാണോ ആ സിസ്റ്റം ബസ് എപ്പോഴൊക്കെയാണോ ഒരു പ്രോസസർ യൂസ് ചെയ്യാൻ പോകുന്നത് അതിന് വെബോ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. കോൺഫിഗറേഷനും കൂടെ പറയാനുണ്ട്. DMAയുടെ കോൺഫിഗറേഷനും കൂടെ. DMA കോൺഫിഗറേഷനിൽ DMA ബ്രേക്ക് പോയിന്റ്സ് എന്താന്ന് നമ്മൾ പറഞ്ഞു. DMA കൺട്രോളർ എന്ത് ചെയ്യുന്നു ആ CPUന്റെ സൈക്കിളിനെ ജസ്റ്റ് പൗസ് ചെയ്ത് വെക്കുന്നു. CPU എന്താണ് ബസ്സിന് ആവശ്യമായി വരുന്നതിന് മുന്നേ തന്നെ. സോ ഓരോ വേർഡ്സിനും വൺ വേർഡ് ഓഫ് ഡേറ്റാസിനെ ഡയറക്ട്ലി എന്ത് ചെയ്യുന്നു മെമ്മറിയും IO ഡിവൈസും തമ്മിൽ ബസ് ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യുന്നു CPUയിലേക്ക് കൺട്രോൾ റിട്ടേൺ ചെയ്യുന്നു. CPU എന്ത് ചെയ്യുന്നില്ല ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് സേവ് ചെയ്യുന്നില്ല. ഇതിനെയാണ് സൈക്കിൾ സ്റ്റീലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു സൈക്കിൾ സ്റ്റീലിംഗ് എന്നുള്ളതിന്റെ ഫിഗർ ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഇന്ററപ്റ്റ് ബ്രേക്ക് പോയിന്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഇന്ററപ്റ്റ് എപ്പോഴൊക്കെയാണ് നടക്കുന്നത് ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിളിലെ എൻഡിലാണ് എക്സിക്യൂഷന് ശേഷമാണ് ഇന്ററപ്റ്റ് നടക്കുന്നത്. എപ്പോഴാണോ ഇന്ററപ്റ്റ് ഒക്കർ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു CPU ആ ഒരു കോണ്ടെക്സ്റ്റിനെ പ്രോഗ്രാം കൗണ്ടറിലേക്ക് അല്ലെങ്കിൽ PSWയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്യുന്നു ആ ISR അഥവാ ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ റൺ ചെയ്യാൻ പോകുന്നു. ആ ഒരു പർട്ടിക്കുലർ ഇവന്റിനെ ഹാൻഡിൽ ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു തിരിച്ചു വന്നതിനെ സ്റ്റോർ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി DMA കോൺഫിഗറേഷനിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. എക്സാമ്പിൾ എടുത്താണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതായത് ഇവിടെ ഫസ്റ്റ് DMA കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മൾട്ടിപ്പിൾ വേസിൽ കോൺഫിഗർ ചെയ്യാൻ പറ്റുന്നു. ഇവിടെ ആദ്യം എന്താണ് പ്രോസസറിനും DMAക്കും IOയ്ക്കും മെമ്മറിക്കും എല്ലാത്തിനും കൂടി എന്താണ് എല്ലാ മൊഡ്യൂൾസിനും ഒരു സെയിം ബസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ DMA കൺട്രോളറും അതിനകത്തേക്ക് ഡിറ്റാച്ച് ചെയ്തിരിക്കുന്നു. DMA മൊഡ്യൂൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രോഗ്രാംഡ് IO അല്ലെങ്കിൽ ഡേറ്റ ബിറ്റ്വീൻ മെമ്മറി ആൻഡ് IO മൊഡ്യൂൾസ് ഒക്കെ യൂസ് ചെയ്യുന്നതൊക്കെ എന്താണ് ഈ സെയിം ബസ്സിലൂടെയാണ്. ഈ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഇൻഎക്സ്പെൻസീവ് ആണ്, പക്ഷെ ഇൻഎഫിഷ്യന്റ് ആണ്. കാരണം ഓരോ ട്രാൻസ്ഫറിനകത്തും 2 ബസ് സൈക്കിൾ വെച്ച് എടുക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞില്ലേ ഓരോ ട്രാൻസ്ഫറിനകത്ത് 2 ബസ് സൈക്കിൾ എന്ന് വെച്ചാൽ എന്താണ് ഫെച്ച് ഡീകോഡ് ആ ഒരു പർട്ടിക്കുലർ ഫെച്ച് ഓപ്പറാൻഡ് എക്സിക്യൂട്ട് ആ ഒരു 2 ബസ് സൈക്കിൾ വെച്ച് എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം അത്രയും നേരം വെയിറ്റിംഗിലേക്ക് പോകേണ്ടി വരുന്നു. സോ സെയിം ബസ് എന്ന് പറയുന്നത് ഇൻഎക്സ്പെൻസീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിലും അത് ഇൻഎഫിഷ്യന്റ് എന്നാണ് പറയുന്നത്.
ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്പർ ഓഫ് റിക്വയർഡ് ബസ് സൈക്കിൾസിനെ എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്തിട്ട് DMAക്കും IO ഫംഗ്ഷൻസിനും സെപ്പറേറ്റ് കൊടുക്കുന്നു. അതായത് ഒരു പർട്ടിക്കുലർ DMA ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, IOസിനെ ഡയറക്ട്ലി കണക്ട് ചെയ്തിരിക്കുമായിരുന്നു. ആ IO എന്ന് പറയുന്ന ഡയറക്റ്റ് കണക്ഷൻ ഒഴിവാക്കിയിട്ട് DMA മൊഡ്യൂൾസിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നു. സോ DMAയിൽ നിന്ന് IO മൊഡ്യൂൾസിലേക്കാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അവിടെ സെപ്പറേറ്റ് കണക്ഷൻ ആണ് വരുന്നത്. ആ സെയിം സിസ്റ്റം ബസ്സിലേക്കല്ല വരുന്നത്. ഇവിടെ IO എന്ന് പറയുന്ന മൊഡ്യൂൾസ് ഡയറക്ട്ലി ഒരു സിസ്റ്റം ബസ്സിലേക്കായിരുന്നു കണക്ട് ചെയ്തത്. ഇവിടെ അങ്ങനെയല്ല, പ്രോസസ്സറും DMAയും മെമ്മറിയും മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ആ സിസ്റ്റം ബസ്സിലേക്ക് കണക്ട് ചെയ്യുന്നുള്ളൂ. ഓരോ DMAയും അതുമായി ബന്ധപ്പെട്ട ഡിഫറെന്റ് IO ഡിവൈസസിലേക്ക് സെപ്പറേറ്റ്ലി ഇൻഡിവിജ്വലി ആണ് എന്തിരിക്കുന്നത്, കണക്ട് ചെയ്തിരിക്കുന്നത്. സോ അവിടെ ഒരു സെപ്പറേറ്റ് പാത്ത് ഉണ്ട് DMAയും 1 or more IO മൊഡ്യൂൾസും തമ്മിൽ. അതിനകത്ത് സിസ്റ്റം ബസ് വരുന്നില്ല. DMA ലോജിക് എന്ന് പറയുന്ന IO മൊഡ്യൂളിന്റെ പാർട്ട് ആയിരിക്കാം. ബട്ട് എന്ത് ചെയ്യുന്നു, ആ IO മൊഡ്യൂൾസിനെ അത് സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്നു. ഇനി ഇവിടെ ഒരു മെത്തേഡാണ്, വേറൊരു മെത്തേഡ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ്, IO അതുപോലെ തന്നെ DMA മൊഡ്യൂൾസ് യൂസിങ് IO ബസ് വെച്ച് കണക്ട് ചെയ്യുന്നു. അതായത് ഇവിടെ ആദ്യം ഒരു കോമൺ സിസ്റ്റം ബസ് ഉണ്ട്. ആ സിസ്റ്റം ബസ്സിലേക്ക് പ്രോസസറിനെയും DMAനെയും മെമ്മറിനെയും ഒക്കെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി DMAയിൽ നിന്ന് ഒരു കോമൺ ബസ് കൊടുത്തിരിക്കുന്നു. അതാണ് IO ബസ് എന്ന് പറയുന്നത്. ആ IO ബസ്സിലേക്ക് എത്രത്തോളം IO പെരിഫറൽ ഡിവൈസസ് ഉണ്ടോ ആ പെരിഫറൽ ഡിവൈസസിനെല്ലാം ഡയറക്റ്റ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. മറ്റേതെന്തായിരുന്നു, സെക്കൻഡ് സെനാരിയോയില് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഓരോ DMAക്കും സെപ്പറേറ്റ് IO കണക്ഷൻ കൊടുത്തിരിക്കുകയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഓരോ DMA ഉണ്ടെങ്കിൽ ആ DMAയില് ഒറ്റ IO ബസ്, ആ IO ബസ്സിലേക്ക് എല്ലാ ഇൻപുട്ട് ഔട്ട്പുട്ട് പെരിഫറൽ ഡിവൈസസിനെയും കാണിച്ചിരിക്കുന്നു. സോ ഇവിടെ എന്താ മെച്ചം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർഫേസസിനെ DMA മൊഡ്യൂൾസുമായിട്ടുള്ള ഓരോ പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ IOയിലേക്കുള്ള കണക്ഷൻ എന്ന് പറയുന്നത് എന്താ, അത് റെഡ്യൂസ് ചെയ്യുന്നു. എക്സ്പാൻഡബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒന്ന്, ഒരു കോമൺ ബസ് ഉപയോഗിച്ചുകൊണ്ട് ആ കോമൺ ബസ്സിലേക്ക് സിസ്റ്റം ബസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, DMA മൊഡ്യൂളിനെയും പ്രോസസറിനെയും മെമ്മറിനെയും അതുപോലെ IO ഡിവൈസിനെയും ഒക്കെ കണക്ട് ചെയ്ത് വെക്കുന്നു. അത് കുറച്ചുകൂടെ ഇൻഎക്സ്പെൻസീവ് ആണെങ്കിലും അത് എന്താണ്, ഇൻഎഫിഷ്യന്റ് ആണ്. രണ്ടാമത്തെ മെത്തേഡിൽ ഒരൊറ്റ സിസ്റ്റം ബസ്സേ ഉള്ളൂ. ആ സിസ്റ്റം ബസ്സിലേക്ക് നമ്മൾ പ്രോസസറിനെയും DMAനെയും മെമ്മറിനെയും കണക്ട് ചെയ്യുന്നു. IO ഡിവൈസസിന് ഈ ഒരു പർട്ടിക്കുലർ DMAയിലേക്ക് ഡയറക്റ്റ് കണക്ഷൻസ് ആണ് കൊടുക്കുന്നത്. എന്നാൽ മൂന്നാമത്തെ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, ഒരു സിസ്റ്റം ബസ് ഉണ്ടാകും, ഒരു IO ബസ് ഉണ്ടാകും. ഈ സിസ്റ്റം ബസ്സിലേക്കായിരിക്കും IO ഒരിക്കലും വരുന്നില്ല. IO വരുന്ന എപ്പോഴും IO ബസ്സിലേക്കായിരിക്കും. ഈ IO ബസ്സിനെ എങ്ങോട്ടേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും, DMA മൊഡ്യൂൾ എന്ന് പറയുന്ന ഡയറക്റ്റ് ആക്സസ് മെമ്മറി മൊഡ്യൂളിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള കോൺഫിഗറേഷൻസ് ആണ് അവിടെ പോസിബിൾ ആയിട്ട് വരുന്നത്. ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് വരുന്നത് എക്സാമ്പിൾ 3 തന്നെയായിരിക്കും. സെക്കൻഡ് ചോയ്സ് എക്സാമ്പിൾ 2 ആയിരിക്കും. ഇത്രയാണ് ഡയറക്റ്റ് മെമ്മറി ആക്സസിനകത്ത് പറയുന്നത്. ഇനി നമുക്ക് ആ ഒരു മൊഡ്യൂളില് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനിയും ഉണ്ട്. എംബഡഡ് IO സിസ്റ്റം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. എംബഡഡ് IO സിസ്റ്റം, അതിനകത്ത് എംബഡഡ് IO എന്താണ്, ജനറൽ പർപ്പസ് IO എന്താണ്, സീരിയൽ IO എന്താണ്, അതർ പെരിഫറൽസ്, ഇത്തരം കാര്യങ്ങളും കൂടെ പറഞ്ഞ ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും.